അൻവിക്കുട്ടിക്ക് എന്നാ വേണ്ടേ? ബിസ്ക്കറ്റ് വേണോ? ഞാൻ ബിസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. അല്ലെങ്കിൽ എന്നാ ചെയ്യുന്നതെന്നറിയോ, തമ്പുരൻ്റെ മേശപ്പുറത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും വലിച്ചെടുക്കുവേ. അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ട് ഈ ചെക്കനെ ചേച്ചി വക്ക് പറയും. ഇല്ല കേട്ടോ, ചെക്കനെ വക്കൊന്നും പറയില്ല. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരൽ തന്നെ ഇല്ല, ഈ റൂമിലേക്ക് അങ്ങനെ കയറില്ല കേട്ടോ. കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അൻവിക്കുട്ടി എല്ലാ സാധനവും വലിച്ചടിക്കുക. ഭിത്തിയിലൊക്കെ ഒന്ന് വരച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ആളെങ്ങനെയെന്ന് പറയും, സ്കെച്ച് പേനൊക്കെ എടുത്തിട്ട് പോയിട്ടേ ഒരു മുറിയുടെ മൂലയ്ക്ക് കയറിയെന്ന് കുറച്ച് നേരത്തേക്ക് നമ്മൾ അനക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലും കുറുമ്പൊപ്പിക്കുകയെന്ന്. നോക്കിക്കഴിയുമ്പോൾ കഥകിൻ്റെ ഇടയ്ക്ക് കയറി നിന്നിട്ട് ഭിത്തി മുഴുവൻ വരച്ച് കൂട്ടി വെച്ചേക്കാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഈ റൂമിലേക്ക് ഞങ്ങൾ അധികം വരല തന്നെ ഇല്ല. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി മാത്രമേ വരുള്ളൂ. കുഞ്ഞുണ്ണിമുത്തും അങ്ങനെ തന്നെയാണ്. കുഞ്ഞുണ്ണിമുത്ത് ഇന്ന് സ്കൂളിൽ പോകാത്ത എന്നാന്ന് പറഞ്ഞേ? ബിസ്ക്കറ്റ് വേണോ? തരാം, ബിസ്ക്കറ്റ് തരാവേ. എവിടെയാ ബിസ്ക്കറ്റ് ഇരിക്കണേ? എവിടെയാ കണ്ടോ കൊച്ച്? എന്നാ എടുത്തോ, എന്നാ ബിസ്ക്കറ്റ് എടുത്തോ. എവിടെ ഇരിക്കുന്നേ? എടുത്തോ. അയ്യേ, കിട്ടിയില്ല. കണ്ട വലത് കൈ വെച്ചെടുത്തു എൻ്റെ കുഞ്ഞിനെക്കൂട്ടെ. എന്നിട്ട് ഇടത് കൈ പിടിച്ച് കഴിച്ചു. അങ്ങനെയാണ്. കണ്ട, നേരത്തെ വലത് കൈ വെച്ചെടുക്കില്ലായിരുന്നു. ഞാൻ മര്യാദയ്ക്ക് ഇരിക്കാൻ വേണ്ടി കൊടുത്താണ്. സത്യം പറഞ്ഞ് ഇങ്ങനത്തെ ബിസ്ക്കറ്റ് കൊടുക്കണതേ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പരിപാടി എന്നറിയോ, ഇങ്ങനത്തെ ബിസ്ക്കറ്റ് മഞ്ചൊക്കെ മേടിച്ച് വെച്ചിട്ടാണ്. എന്തിനാണെന്നറിയോ, കുഞ്ഞിനുമുത്തിനെ ഹാപ്പി ആക്കാനായിട്ട്. ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നാമത് പല്ല് കേടുണ്ട്. അപ്പം നമ്മളിങ്ങനെ അവനെ ഹാപ്പിയാക്കാൻ ശ്രമിക്കും തോറും അത് അവന് തന്നെ പ്രശ്നമായി വരുമല്ലേ. അപ്പോൾ നമുക്ക് മുടി വെട്ടാൻ വേണം കേട്ടോ. ഒന്ന് സ്കൂളിൽ വിടാത്തതിൻ്റെ മെയിൻ കാരണം അതാണ്. ഇന്ന് തൊട്ട് സ്കൂളിൽ വിടണമെന്ന് വിചാരിച്ചായിരുന്നേ. 2 ദിവസം ഉള്ളൂ സ്കൂള്. അപ്പോഴത്തേനും കുഞ്ഞുങ്ങളുടെ അച്ഛനെ നിർബന്ധം മുടി വെട്ടി നല്ല ചുള്ളനാക്കിയിട്ട് സ്കൂളിൽ വിട്ടാൽ മതി. അപ്പം ഇന്ന് നമ്മൾ വൈകുന്നേരം ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ തടസ്സമൊന്നും ഇല്ലെങ്കിൽ പോകും. കുക്കീസൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര എണ്ണം കൊടുത്താലും അടിച്ചു വിട്ടോളുവേ. പക്ഷെ എനിക്ക് ഇപ്പം അങ്ങനെ കൊടുക്കാൻ മടിയാട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ലല്ലോ, ബേക്കറി സാധനങ്ങളല്ലേ, അത് തീരെ കൊടുക്കലില്ല. പിന്നെ ഈ ഡയറി മിൽക്ക് മാത്രം ഞങ്ങൾക്ക് പിടിച്ചാൽ കിട്ടൂലല്ലേ കുഞ്ഞിനെ കൂട്ടാ. അത് അച്ഛനും പറ്റൂല കേട്ടോ. അച്ഛനും മേടിച്ചിട്ട് വരുമ്പോഴേ. കാരണം ആൾക്ക് ഇതാണ് സന്തോഷം അല്ലേ. ഒരു ബിസ്ക്കറ്റ് അമ്മ തരുള്ളൂ. ഒരെണ്ണം മതിയോ? അപ്പോൾ ക്യാമറയിലേക്ക് നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിനെ കൂട്ടാൻ. ഈ ചെക്കന് ആ മടി കുറഞ്ഞു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുക്കാതിരുന്ന സമയത്തായിരുന്നു ഒരു മടി കാണിച്ചുകൊണ്ടിരുന്നത്. ബിസ്ക്കറ്റ് കൊടുത്തിട്ട് സോപ്പിങ്ങിന് വരുന്നുണ്ട്. പല്ലൊന്ന് കാണിച്ചു കൊടുത്തേ, പല്ല് കുഞ്ഞിനെ കൂടെ. അല്ലേ ഇപ്പോൾ പണ്ടേ ആൾ പോയേനെ അല്ലേ, അല്ലെങ്കിൽ പണ്ടേ ഇപ്പോൾ ആൾ പോയേനെ. ബിസ്ക്കറ്റ് കിട്ടിയതുകൊണ്ട് ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ 2 പല്ല് ഫ്രണ്ടിൽ വരാനുണ്ട്. ഇനി 2 അല്ല 1, പിന്നെ ഒരെണ്ണം പറിക്കാനും നിൽക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പല്ല് പറിക്കാൻ പോകുന്ന കാര്യമാണ്. ഇവരുടെ പല്ലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറുതല്ല കേട്ടോ. എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവർക്ക് കുറച്ചും കൂടി പാടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചൊക്കെ വെക്കണമല്ലോ. കുഞ്ഞുണിക്ക് വേദന അത്ര അധികം അറിയത്തില്ലേ. പക്ഷേ എങ്കിൽ ഈ പിടിച്ച് വെക്കണം അവന് ഇഷ്ടമില്ലാത്തത്. ശരിക്കും ഇവരുടെ ആ ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഈ വേദന അറിയില്ലാത്തത്. അങ്ങനെ ഒരുപാട് മക്കളുണ്ട്. പിന്നെ എന്താ പറയുക, വേദന അങ്ങനെ തീരെ ഇല്ലെന്നല്ല, എന്നാലും ഇപ്പം പല്ലൊക്കെ ആണെങ്കിലും ഞാൻ വിചാരിക്കും അതൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം മക്കൾക്ക് പല്ലുവേദനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു പ്രശ്നമൊക്കെ ആയിരിക്കില്ലേ. കുഞ്ഞിനുടെ അണപ്പല്ല് അങ്ങനെ കുറേ കേട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ പല്ലൊക്കെ തേക്കലൊക്കെ ഉണ്ട്. എന്നാലും അറിയാലോ, സാധാരണ പോലെ ഇവർ പ്രോപ്പറായിട്ട് വായിൽ വെള്ളം കൊണ്ട് തുപ്പയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷെ വേദന അങ്ങനെ അത്ര ഇതുവരെ വന്നിട്ടില്ല ആൾക്ക്. പണ്ടൊന്ന് വന്നായിരുന്നു, അന്ന് നമ്മൾ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിന്നെ അതിനുശേഷം എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണോ അതിൻ്റെ കുഞ്ഞുമുത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണോ എന്താണെങ്കിലും പല്ലിന് അത്രയും പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ പുതിയ പല്ല് വരുമ്പോൾ നമ്മൾ പഴയത് പറിച്ചു കളയും. അതിനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. അല്ല കുഞ്ഞുമുത്ത്, എൻ്റെ കുഞ്ഞുമുത്ത് നല്ല ഡീസൻ്റായിട്ട് ഇരുന്നു. എൻ്റെ കൊച്ചു നല്ല ഡീസൻ്റ് കുട്ടപ്പനായിട്ട് ഇരുന്നു. ഇനി ബിസ്ക്കറ്റ് തിന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത പടിയായിട്ട് എന്ത് വേണം കുഞ്ഞുണ്ണിക്കുട്ടൻ? ഇനി വേണോ ബിസ്ക്കറ്റ്? ഇനി വേണോ കുഞ്ഞിന്? വേണോ? ഒരു ബിസ്ക്കറ്റും കൂടി ഞാൻ കൊടുക്കട്ടെ കൊച്ചിന്. വേണോ? അമ്മ എടുത്തിട്ട് തരട്ടെ എന്നാ? വേണം, ബിസ്ക്കറ്റ് വേണം. കുഞ്ഞിനുമുത്ത് ബിസ്ക്കറ്റൊക്കെ തിന്നാൻ വേണ്ടി പോയിട്ട് ഞാൻ ഊഞ്ഞാലിലെ കൊണ്ടിരുത്തി പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് പോകുന്നേ. പാട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഊഞ്ഞാലിരുന്ന് ആടി കളിച്ച് ബിസ്ക്കറ്റ് തിന്നോളൂ കേട്ടോ. പറന്നോളൂ ഊഞ്ഞാലിലെ ബിസ്ക്കറ്റുമായിട്ട് കേട്ടോ. പിന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ട്. അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ. പിന്നെ കുഞ്ഞിനുമുത്ത് ഇല്ലാതെ തന്നെ വീഡിയോ ചെയ്തോളൂ എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് കുഞ്ഞിനുമുത്തിനെ കുറച്ച് സമയം ഒന്ന് കാണിച്ചിട്ട് പിന്നീട് കാണിക്കണ്ടെന്ന്.
കാരണം വേറൊന്നും അല്ല കേട്ടോ, കുഞ്ഞിനുമുത്തിനെ ഒരുപാട് സമയം ബുദ്ധിമുട്ടിച്ച് മടിയിലിരുത്തണ്ട. അവൻ്റെ സന്തോഷമല്ലേ വലുത്. കുഞ്ഞിനുമുത്തിന് ഇങ്ങനെ ഊഞ്ഞാലയിലിരുന്ന് ഇങ്ങനെ പറവറുക്കുക അല്ലെങ്കിൽ പുറത്തിറങ്ങിയിരിക്കുക, അതിലും വലിയ സന്തോഷമൊന്നും വേറെ ഇല്ല. പിന്നെ ടൂറടി പിന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇന്നലെ നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോങ് വീഡിയോ ഇല്ല, ഷോർട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ഷോർട്സിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ കുഞ്ഞിനുമുത്ത് അവിടെ ഇരുന്ന് പാട്ടൊക്കെ കേൾക്കട്ടെ. കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പം ഇഷ്ടപ്പെടായോ വരുമോ എന്നറിയില്ല. എന്തായാലും ഊഞ്ഞാലാടുകയാണ്. വഴക്കുണ്ടാക്കുകയാണെങ്കിൽ പോവാം അല്ലേ. അൻവിക്കുട്ടിയുടെ കൊലുസിൻ്റെ കിലുക്കം പോലെ തോന്നി, അതുകൊണ്ട് ഇന്ന് നോക്കിയതാണ്. അൻവിക്കുട്ടി ഉറങ്ങാണ് കേട്ടോ. ഉറങ്ങല്ലെങ്കിൽ ഒന്നും നടക്കൂല. ആള് നല്ല കുറുമ്പത്തിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചില സമയത്തൊക്കെ ഇങ്ങനെ ആലോചിക്കും ഞാൻ, എങ്ങനെ ഞാനിതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട്, കുഞ്ഞിനുകൊണ്ട് അച്ഛനോട് ചിലപ്പോൾ പറയാറുണ്ട് കേട്ടോ, എനിക്കൊരു അവാർഡ് നിങ്ങൾ വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുപോവാ. കാരണം ഞാൻ അത്രത്തോളം ചില സമയത്തൊക്കെ ഇങ്ങനെ പാടുവിടുന്നുണ്ട്. പക്ഷെ എന്നാലും ഉണ്ടല്ലോ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. എൻ്റെ ഇപ്പുറത്ത് കുഞ്ഞിനുകുട്ടനും അപ്പുറത്ത് അൻവിക്കുട്ടിയാണ് കിടക്കണത്. രണ്ടുപേരെ ഇങ്ങനെ ചേർത്ത് രാത്രിയിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ, ഞാൻ അന്നൊന്നും ഇങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എൻ്റെ ലൈഫ് എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ ചോദിക്കാറുണ്ട്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല അല്ലേ, പ്രത്യേകിച്ചും കുഞ്ഞുണ്ണി ഇങ്ങനെയാണെന്ന് അറിയാം, പിന്നെ അല്ലെ അൻവിക്കുട്ടി ചെറുതാണെന്ന് അറിയാം, അപ്പം എങ്ങനെ ഇത്ര നാളിങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിലിരിക്കണോ, കാരണം ഞാൻ പുറത്തൊക്കെ പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണല്ലോ, അപ്പം ഇങ്ങനെ പിടിച്ചു കെട്ടിയാൽ എത്ര നാൾ ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചിലർ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അത്രയും നാളും മനസ്സിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇന്ന് വരെയും തോന്നിയിട്ടില്ല. തുടക്കത്തിൽ തോന്നിയിട്ടുണ്ട്, പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഇല്ല. കാരണം ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ എന്താ പറയുക, ഞാനൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഞാൻ എന്ത് കാര്യം ചെയ്താലും അതിലൊരു സന്തോഷം കണ്ടെത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ അയ്യോ എനിക്കിത് വന്നല്ലോ, എനിക്ക് ഇനി ഇത് പറ്റൂലല്ലോ എന്നൊന്ന് വിചാരിച്ചിങ്ങനെ വിഷമിച്ച്, നമുക്ക് ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് തളർന്നിരുന്നിട്ട് എന്ത് കിട്ടാനാണല്ലേ. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനെ ആരെങ്കിലും എടുത്തങ്ങ് ചോദിച്ചു കഴിയുമ്പോൾ ഞാനും ഒരു സെക്കൻഡ് നേരത്തേന് ഞാനിങ്ങനെ ആലോചിക്കുകയും, ശരിയാണല്ലോ അവർ പറഞ്ഞതൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ എങ്ങനെ ആലോചിക്കും. അപ്പോഴാണ് ഞാനിങ്ങനെ മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എനിക്കിങ്ങനെ ഒരിടത്തും പോകണ്ട, എൻ്റെ ജീവിതം ഇതാണ്, എൻ്റെ സന്തോഷം ഇതാണ്. പിന്നെ ഞാൻ എന്താ പറയുക, ചെറിയ വരുമാന മാർഗ്ഗങ്ങൾ ഞാൻ കണ്ടെത്തുന്നുണ്ടല്ലോ ഈ ഒരു ചെറിയൊരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്. ഇപ്പോൾ കുഞ്ഞിനുമുത്ത് മാത്രമാണെങ്കിൽ ശരി, പക്ഷെ കുഞ്ഞിനുമുത്തിൻ്റെ കഴിഞ്ഞ് 2 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി പാടാണ് അൻവിക്കുട്ടിയെ മേയിച്ച് നടക്കാൻ. കാരണം എന്ന് പറഞ്ഞാൽ അവൾ ചെറിയ കുഞ്ഞല്ലേ, അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു തല്ലിപ്പൊളിത്തരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഞാനിതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഇടയ്ക്കൊക്കെ കാണുന്നതാണ് കേട്ടോ. ഒരു ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, നമ്മളങ്ങനെ ആരെയും അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെ അപമാനിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അത് പറയുന്നതേ ഉള്ളേ. അപ്പോൾ ഞാനിങ്ങനെ അവരുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു വീടിൻ്റെ പരിസരം, കിച്ചൺ, ഇതൊക്കെയാണ് അവർ കാണിക്കുന്നത്. നമുക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നി പോകുമ്പോൾ എന്ത് രസമാണ്, ഇത്ര ക്വയറ്റായിട്ട് കിടക്കണേ. അവരുടെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളാണ് അവരുടെ ജീവിതം എന്ന് തന്നെ നമുക്ക് കാണുമ്പോൾ തോന്നും. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇവർക്ക് കുഞ്ഞുങ്ങളില്ലാവോ, കുഞ്ഞുങ്ങളുള്ളൊരു വീട്ടിൽ എന്താണെങ്കിലും ഇതൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ വെറുതെ അവരുടെ കുറേ വീഡിയോസ് കണ്ടു, ഒരു Q&A കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പം Q&A കാണുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി അവർക്ക് മക്കളില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും നല്ലൊരു ലൈഫ് ഉണ്ടായിട്ടൊരു കുഞ്ഞും കൂടി അവർക്ക് ആവുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നില്ല, ഇങ്ങനെയൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ അവരൊരു Q&A ഒരു ദിവസം കാണാനിടയായേ. ഹായ് കൊടുത്തേ, ഹായ് എന്ന് പറ ഹായ് എന്ന് പറയടാ, ഹായ് എന്ന് പറയടാ. പുഴുപ്പല്ല, ഇത് പുഴുപ്പല്ലനാട്ടോ, ഇത് പുഴുപ്പല്ലൻ കൊച്ചാണേ. പുഴുപ്പല്ലൻ അല്ല കേട്ടോ, ഇത് കൊച്ചു സുന്ദരിമണിയാണേ. സുന്ദരിമണി എണീറ്റ് വന്നതോട് പോയതാണ് കേട്ടോ. ചായയൊക്കെ തിളപ്പിച്ച് കൊടുത്തു. കുഞ്ഞിനുമുത്തിന് ചായ ഇഷ്ടമല്ല, പാലാണ് ഇഷ്ടം. അപ്പോൾ കുഞ്ഞിനുമുത്ത് വീണ്ടും ബിസ്ക്കറ്റ് അന്വേഷിച്ച് വന്നായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അൻവിക്കുട്ടി ഇപ്പം തന്നെ പോകും കേട്ടോ. എത്ര നേരം മര്യാദയ്ക്ക് മടിയിരിക്കും അത്രയും നേരം ഇരിക്കും. കുഞ്ഞിനുമുത്തിൻ്റെ അനിയത്തി ആയതുകൊണ്ട് പറയാൻ പറ്റില്ല അത്രയും നേരം അനങ്ങാതെ ഇരിക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മളും കൊതിച്ചുകൊണ്ടാണ് അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മളും കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാഗ്രഹമാണ്, ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മുടെ വീടൊക്കെ ഒന്ന് കിടക്കുകയാണെങ്കിൽ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവരൊരു Q&A കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ച ദമ്പതികളാണ്. കാരണം അവർക്ക് അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണല്ലേ, അതിനൊന്നും നമുക്ക് ആരെയും പറയാൻ പറ്റില്ല. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. കാരണം കുട്ടികൾ വേണോ, കല്യാണം വേണോ, അല്ലെങ്കിൽ എങ്ങനെ എന്താ പറയുക, ഒന്നിച്ച് ജീവിക്കണോ പിരിയണോ എന്നൊക്കെയുള്ള ഇത് ഓരോ മനുഷ്യൻ്റെയും ചോയ്സാണ്. നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. പക്ഷേ അവിടെ ഞാൻ കണ്ടത് വേറെ ആരുമല്ല, എന്നെ
തന്നെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു കേട്ടോ. ഞാനപ്പോൾ ചിന്തിച്ചു, ഞാൻ ഈ കടന്നു പോകുന്ന സമയങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞിന് കുട്ടന് വയ്യാണ്ടായ സമയത്ത് തന്നെ ഞാൻ അൻവിക്കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരാളെ പറ്റി ചിന്തിച്ചത്. അങ്ങനെ ആ ഒരു ഇവിടെ പെറുക്കൽ ആരംഭിച്ചു കേട്ടോ. അപ്പം തന്നെ താമസിക്കാൻ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല. അപ്പം ഞാൻ നമ്മുടെ സാമ്പത്തികമായിട്ടും ഒട്ടും ഒരു എന്താ പറയുക ഒന്നുമില്ലാതിരുന്ന സമയത്താണ് നമ്മൾ കുഞ്ഞിനുമുത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലും സ്റ്റാർട്ട് ചെയ്തത്. ആ ട്രീറ്റ്മെൻറ്റിലായിരുന്ന സമയത്താണ് നമ്മൾ തിരിച്ച് എന്താ പറയുക റെൻറ്റ് ഹൗസിലേക്ക് വന്നത്. എല്ലാം നമ്മൾ വല്ലാത്തൊരു സ്റ്റേജിലായിരുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ അൻവിക്കുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് അല്ലേ. പക്ഷെ ആ ഒരു സമയം ഈ സമയവും കടന്നു പോകുമെന്ന് പറയുന്ന പോലെ എല്ലാ സമയവും കടന്നു പോകും അല്ലേ. ഇപ്പം നമുക്ക് ഓരോ വയ്യായിക വന്നാലും അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ആ ഒരു സമയം കടന്നു പോകും. അപ്പോൾ അതുപോലെ ഞാൻ അന്നെടുത്ത തീരുമാനം ഏറ്റവും മികച്ചതായിരുന്നെന്ന് ചേച്ചിയുടെ എനിക്ക് ഇപ്പോഴും മനസ്സിൽ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ അന്ന് ഏജ് കൂടി വരികയാണ്, നമുക്ക് ഇനി അതൊന്നും ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഏജ് കൂടുന്നതനുസരിച്ച് നമുക്ക് അങ്ങനെയുള്ള പ്രഗ്നൻസിയുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി വരും. എടുക്കണ്ട ചേച്ചി വഴക്കോലെ. കൊച്ചിൻ്റെ വരയ്ക്കാൻ തരട്ടെ അമ്മ. ഞാൻ ഫോണൊന്നും ഞാൻ ഉപയോഗിക്കാൻ കൊടുക്കാറില്ല കേട്ടോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും പേപ്പറൊക്കെ എടുത്ത് കൊടുത്തിട്ട് വരയ്ക്കാനൊക്കെയാണ് കൊടുക്കുന്നത് അൻവിക്കുട്ടിക്ക് അല്ലേ. അൻവിക്കുട്ടി തീർത്തും ഫോൺ ഉപയോഗിക്കലില്ല കേട്ടോ. മുന്നേ നമ്മൾ കൊടുക്കുമായിരുന്നു. അത് നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ പനിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണിന് വല്ലാണ്ട് പ്രശ്നങ്ങളൊക്കെ വന്നു കേട്ടോ. അയ്യോ അത് വേണ്ട ചേച്ചിക്കുട്ടിയില്ല, ചേച്ചി വഴക്കുറി. അപ്പം ഞാൻ പേപ്പർ എടുത്ത് കൊടുത്തിട്ട് വരാവേ. അപ്പോൾ വരയ്ക്കാൻ വേണ്ടി കൊടുത്തേക്കാണ് കേട്ടോ. എപ്പോഴാണ് തെറ്റുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ആ സമയത്ത് പോകണം. അപ്പോൾ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, അങ്ങനെ ഒരു സമയത്ത് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞിനുകൂട്ടനാണെങ്കിലും ഇത്രയും മാറ്റം വന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിനൊരു സന്തോഷമായത്. അല്ലെങ്കിൽ എന്താ എന്നും മോൻ്റെ ആ ഒരു വൈകാരിക കാര്യങ്ങൾ ഓർത്തുള്ള വിഷമങ്ങൾ ഇപ്പോൾ വിഷമമില്ലെന്നല്ല, ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വിഷമമില്ല. കാരണം അങ്ങനെ വിഷമിക്കേണ്ട അവസ്ഥ ഇന്നില്ല. പണ്ടത്തെ പോലെയല്ല. കുഞ്ഞിനുമുത്ത് ഒരുപാട് മാറി. അൻവിക്കുട്ടി വന്നതിന് പിന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പം എല്ലാം കൊണ്ടും നമുക്ക് മനസ്സിനൊരു സന്തോഷമുള്ളൊരു സമയമാണ്. ഇപ്പം ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. നമുക്കൊരു കുന്നിനൊരു കുഴിയുണ്ട്, കുഴിക്കൊരു കുന്നുണ്ടെന്ന് പറയുന്ന പോലെയാണ് എല്ലാവരുടെയും ജീവിതം അല്ലേ. അപ്പം അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ ജീവിതവും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ലൈഫ് ഇനിയിപ്പോൾ കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ അൻവിക്കുട്ടീനെ അംഗൻവാടി ഒരു 6-7 മാസം കഴിഞ്ഞ് അംഗൻവാടി വിടാറാവും. പിന്നെ കുഞ്ഞിനുമുത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ എനിക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ മനുഷ്യരും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എന്താവും നമ്മുടെ ഈ സമൂഹത്തിൻ്റെ അവസ്ഥ അല്ലേ. കുട്ടികളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം കൂടി കുട്ടികൾക്ക് അവകാശികളാണ്. അല്ലെങ്കിൽ നാളത്തേക്ക് നല്ല പൗരന്മാർ ഉണ്ടാവണം, നാളെ ഈ ലോകം നിലനിന്ന് പോകണമെന്ന് നമ്മൾ എല്ലാവരും എന്താ പറയുക നല്ലതായിട്ട് പോകണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ പേരൻസ് എന്നല്ല, ഇന്നത്തെ തലമുറയിലുള്ള എല്ലാവരും ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ലോകം തന്നെ ഇല്ലാണ്ടാവും അല്ലേ. അപ്പോൾ അവരുടെ തീരുമാനത്തെ പറ്റി കുറ്റമല്ലട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പറയതേ നമുക്കൊക്കെ വേണമെങ്കിൽ അത് അൻവിക്കുട്ടീനെ കുറിച്ച് ചിന്തിക്കാതിരിക്കായിരുന്നു. പക്ഷെ നമ്മുടെ ലൈഫിൽ അത് വന്നത് മൂലം ഉണ്ടാവണേ ആ ഒരു സന്തോഷത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ വീട് ചില സമയത്ത് തിരിച്ചു വെക്കും. നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ ഉണ്ടാവും. കുഞ്ഞുമക്കളൊക്കെ ഉള്ളവരുടെ വീട് 1-2 കുട്ടികളൊക്കെ ഉള്ളവർക്ക് അറിയാം ആ ഒരു അവസ്ഥ. നമ്മൾ അമ്മമാരാണ് വീട്ടിലിരിക്കുന്നത്, നമ്മളാണ് ഇവരെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ ഭ്രാന്ത് പിടിക്കുന്നവർ തോന്നും. പക്ഷേ എന്നാലും എല്ലാം കഴിഞ്ഞാൽ കിടക്കാനൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മക്കൾ ഉറങ്ങുന്ന മുഖമൊക്കെ കണ്ട് അവരൊന്ന് പുതപ്പൊക്കെ ഒന്ന് വലിച്ചിട്ട് കൊടുത്ത് അവരുടെ മുഖത്തൊരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മളും അടുത്ത് നിന്ന് കിടന്ന് കണ്ണടയ്ക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എന്താ പറയുക, കോടികൾ അല്ലെങ്കിൽ ഒരു ഇത്ര ബില്യൺ കണക്കിന് വിലയുള്ളൊരു രത്നം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ പോലും അത്രയും വിലയുണ്ടാവില്ല അല്ലേ. ഞാനീ പറയുന്നത് മക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ പറയുകയല്ലേ, ഇങ്ങനെ ഇപ്പോൾ ഒറ്റ മക്കളൊക്കെ ഉള്ളവർ ഒരുപാട് പേരുണ്ട്, ഇങ്ങനെ വയ്യാത്ത മക്കളൊക്കെ ഉള്ളവർ. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും തീരുമാനം എടുക്കാം. കാരണം ആ കുഞ്ഞിനെ ബാധിക്കും എന്നൊക്കെ ഒരുപാട് കമൻസൊക്കെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനുമുത്തിനെ അത് ബാധിക്കും, നിങ്ങൾ അനുഭവിക്കും, അല്ലെങ്കിൽ ഈ മോളെ കൊണ്ട് നമുക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻസുകളൊക്കെ ആ സമയത്ത് നമുക്ക് വരുന്നുണ്ടായിരുന്നു. അന്ന് ചാനൽ റീച്ച് ഉണ്ടായിരുന്ന സമയമാണ്. പക്ഷെ എന്നാലും നമ്മൾ ആരുടെയും കാര്യങ്ങൾ വരച്ചോ. നമ്മളാരും പറഞ്ഞതൊന്നും ചെവി കൊടുക്കാൻ പോയില്ല. നമ്മൾ നമ്മുടേതായ തീരുമാനം എടുത്തു. ഇന്ന് നമ്മുടെ അൻവിക്കുട്ടി നമ്മളോടൊപ്പം ഉണ്ട്. കുഞ്ഞിനുമുത്തിന് ഏറ്റവും വലിയൊരു നിധിയാണ് നമ്മുടെ അൻവിക്കുട്ടി.
എന്താ പറയുക, ചെറിയൊരു കാര്യങ്ങൾ പോലും കുഞ്ഞിനുമുത്തിനെ ശ്രദ്ധിക്കുന്നുണ്ട്. 2 വയസ്സായിട്ടേ ഉള്ളൂ. ഞാൻ കുഞ്ഞിനുമുത്തിനെ എടുത്തിട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ നടന്നാണ് അൻവിക്കുട്ടി വരുന്നത്. അപ്പോൾ അതും ഒരു കുറ്റമായിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല നമ്മുടെ കുഞ്ഞിനുമുത്തുള്ളത് കൊണ്ടെന്ന്. പക്ഷേ ഒരിക്കലും ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ തീരെ 2 വയസ്സായ സമയം തൊട്ട് അവൾ സ്വയം പര്യാപ്തതയിൽ എത്തിയെന്നാണ് ഞാൻ പറയുന്നത്. അഭിമാനപൂർവ്വം പറയുന്നത്. തന്നെ ഫുഡ് വാരി കഴിക്കുന്നു. തമ്പുരാനെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലോകം മുഴുവൻ കൊണ്ടു നടക്കായിരുന്നു ഒരു വറ്റ് ചോറകത്ത് ചെല്ലാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ മക്കളും നമ്മളോടൊപ്പം ഓരോ കാര്യങ്ങൾ പഠിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കുറച്ചും കൂടി വലുതായി കഴിയുമ്പം ഒരുപാട് ഹെൽപ്പ് ആവും അല്ലേ, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല മക്കൾ. എന്നാലും ശരിക്കും പറഞ്ഞാൽ മക്കൾ വേണ്ടെന്ന് ചിന്തിക്കുന്നത് ഭയങ്കര ഒരു മഠയത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പം ഇത് ഞാൻ ആ ഒരു 2 വ്യക്തികളെ ഉദ്ദേശിച്ച് മാത്രമല്ല പറയുന്നത്, പൊതുവേ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ വയ്യാത്ത മക്കളുടെ അമ്മമാർ ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി ഇരിക്കുന്നുണ്ട്. എനിക്ക് അടുത്തൊരു കുഞ്ഞുണ്ടായി, ഇയാളെ ശ്രദ്ധിക്കാൻ പറ്റില്ലേ, അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമാവുമോ, ഒന്നുമില്ല. ആ ആൾക്ക് ഏറ്റവും നല്ലതായിരിക്കും നിങ്ങൾ ഒറ്റ കുഞ്ഞൊക്കെ ഉള്ളെങ്കിൽ, തീരെ ചെറിയൊരു കുഞ്ഞും കൂടി ഉണ്ടായി കഴിയുമ്പോൾ ആ വയ്യാത്തൊരു മകനോ മകൾക്കോ ഉണ്ടാവുന്നൊരു മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. ഇതൊക്കെ ഞാൻ ഒത്തിരി തവണ വീഡിയോയിൽ പറഞ്ഞതാണ്. വീണ്ടും എനിക്ക് ഓർമ്മ വന്നത് ഈ ഒരു അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും അവരുടെ ഇതെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടിരുന്ന സമയത്ത്, അതായത് നമുക്ക് ഹാപ്പിനെസ് ആണല്ലോ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോഴാണ് ഞാൻ ആ Q&A കാണാനിടയായത്. പക്ഷെ അതോടുകൂടി എൻ്റെ മൈൻഡ് പോയി കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു താല്പര്യമില്ലാണ്ടായി. കാരണം ഇങ്ങനെ നമ്മളൊരു കമ്പ്യൂട്ടർ ജീവിതം ജീവിച്ചിട്ട് കാര്യമില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. നമ്മളൊരു 2 കമ്പ്യൂട്ടറുകൾ, രാവിലെ എഴുന്നേൽക്കുന്നു, ചായ കുടിക്കുന്നു, ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് മുത്തം കൊടുക്കുന്നു, പിന്നെ ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും ആ ഒരു കമ്പ്യൂട്ടർ ജീവിതമാണ് അവിടെ നടക്കുന്നത് അല്ലേ. അവരതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടായിരിക്കാം, അത് അവരുടെ സന്തോഷം. പക്ഷെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ. കാരണം അങ്ങനെയൊക്കെ ചിന്തിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് മാറുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പം ഞാൻ വലിയ അറിവോ തത്വജ്ഞാനോ ഒന്നുമല്ല പറയുന്നത്, കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി വീഡിയോ നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും. അൻവിക്കുട്ടി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വയ്ക്കും, അപ്പോൾ പിന്നെ അത് ശരിയാവില്ല. അതുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ.